أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم قد جاءتكم بينة من ربكم فأوفوا الكيل والميزان فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين وإن كان طائفة منكم آمنوا وإن كانت طائفة منكم آمنوا بالذي أرسلت به وطائفة لم يؤمنوا فاصبروا حتى يحكم الله بيننا وهو خير الحاكمين. അപ്പോൾ നമ്മൾ ഓരോ പ്രവാചകന്മാരെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. നമ്മൾ
ഇപ്പം ഇതൊക്കെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങളാണ് ഇപ്പോൾ ഖുർആൻ നമ്മളോട് ഈ പറയണത്. അപ്പം ഇതിൽ നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിലിപ്പോൾ ഓരോ പ്രവാചകന്മാരും മുഖ്യമായി തൗഹീദ് പ്രബോധനം ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെയും ഈ വിഷയങ്ങളൊക്കെ എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ നിത്യപ്രസക്തങ്ങളാകുന്നു എന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെത് വായിച്ചപ്പോൾ സ്വവർഗരതിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ലോകത്ത് മുഴുവനും ചർച്ചയുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ സ്വവർഗരതി നിയമവിധേയമാക്കണോ അല്ലേ, അതൊരു തെറ്റായി കാണണോ അല്ലേ എന്നുള്ള ചർച്ച വരികയാണ്. അതേപോലെ തന്നെ പോപ്പ്, ക്രിസ്ത്യൻ ചർച്ചുകളിൽ പോപ്പുമാരെന്താണ്, പോപ്പിൻ്റെ തീരുമാനം കാത്തിരിക്കുകയാണ് ആൾക്കാർ. എന്ത്, ഇത് അനുവദിക്കപ്പെടൂല എന്ന് ചോദിച്ചിട്ട്. അതൊക്കെ പറഞ്ഞാൽ ഒരു മതവിഭാഗമാണ്. അവരിൽ പോലും എന്താണ്, നിത്യപ്രസക്തമാണ് ഈ വിഷയങ്ങൾ. ഇനി മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ, എവിടെ നമ്മൾ നോക്കുകയാണെങ്കിലും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മൾ കൊടുക്കുന്ന പൈസക്കും നമ്മളോട് പറയുന്ന മൂല്യത്തിനും അനുസരിച്ച് സാധനം തരാതിരിക്കുവാൻ നമ്മൾ എന്ത് വാങ്ങാനാണോ പൈസ കൊടുക്കുന്നത്, ആ സാധനം 1 കിലോ ചോദിച്ചാൽ ആ സാധനം ഒരു 800 ഗ്രാം തരികയും ബാക്കി 200 വേറെ എന്തെങ്കിലും തരികയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എല്ലാ കച്ചവടങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിത്യപ്രസക്തങ്ങളാണെന്നുള്ളതാണ്. അന്ന് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ ഇന്നും ഏറ്റവും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നത് ഖുർആനിൻ്റെ നിത്യപ്രസക്തിയെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മളൊക്കെ ഇനിയിപ്പോൾ ഈ ലോകത്തിന് എത്ര കാലം ആയുസ്സെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ കാലശേഷം എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും ഇതൊക്കെ എന്തുണ്ടാവും എന്നാണ്. ഇപ്പം നിങ്ങൾ ഈ അമാനിമോലിൻ്റെ തഫ്സീറിലൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്താ വെച്ചാൽ അന്നത്തെ അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഇത് എഴുതുന്ന സമയത്തുള്ള ആശങ്ക പറയുന്നത്, എവിടേക്കാണ് ഈ ലോകം പോണത് എന്നാണ്. ഇന്നത്തെ ഈ ഒരു നിയന്ത്രണമില്ലാത്ത അഴിമതികളും ഈ തിന്മകളും രാജ്യത്തെയും ലോകത്തെയും ജനങ്ങളൊക്കെ നശിപ്പിക്കുന്നതാണ്. ഒരു പക്ഷേ ഇന്ന് ഈ മാരകമായിട്ടുള്ള ക്യാൻസറുകൾ, അതേപോലെ തന്നെ അസുഖങ്ങൾ, ഇതൊക്കെ എന്താണ്, നമ്മൾ ഉപയോഗിക്കുന്നതിലുള്ള മായത്തിൻ്റെയൊക്കെ ചെറിയ പങ്ക് എന്തായാലും അതിലൊക്കെ ഉണ്ടാവൂലേ. നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്ന സാധനങ്ങൾക്കൊക്കെ വരുന്ന, കിഡ്നിക്ക് വരുന്ന, അതേപോലെ തന്നെ ലിവറിനൊക്കെ വരുന്ന അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ആളുകൾ തുച്ഛമായ ലാഭത്തിന് വേണ്ടി ഈ പണ്ട് കാലത്തൊക്കെ എങ്ങനെയാ വെച്ചാൽ നമ്മുടെ ഈ അറബ് നാടുകളിലൊക്കെ ഉള്ള ഈ ജാലിയാത്തുകൾ, ദാവാ സെൻറ്ററുകൾ എന്ത് ചെയ്യും, ഈ ആളുകൾക്ക് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണമൊക്കെ അവർ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് ഹോട്ടലുകളിൽ നിന്ന് വരുത്തുക ചെയ്തിരുന്നു. ഇപ്പം അവർ തന്നെ അവരുടെ സെൻറ്ററുകളിൽ കുക്കുമാരെ വെച്ചിട്ട് അവർ പാചകം ചെയ്യാൻ. അതിനവർ വേണ്ട പൈസൻ്റെ ലാഭമല്ല, പൈസ അവർക്കൊരു പ്രശ്നമല്ല. അവർ വെച്ചാൽ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എന്ത് ചെയ്യും, അതിൽ മായങ്ങളുണ്ടാവും, നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇല്ല എന്നാണ്. അപ്പോൾ ആളുകൾക്ക് കൊടുക്കുന്ന ഭക്ഷണം മര്യാദക്ക് കൊടുത്തുകൂടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാത്ത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത നിരത്തിലാണ് എന്ത് ചെയ്യണത്, ആളുകളെ വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് മാരകമായ വിഷം വെച്ച് കൊടുത്താലും തങ്ങളുടെ സാധനം വിൽക്കപ്പെടണം, അത് നഷ്ടപ്പെടാതിരിക്കണം, അത് നശിക്കാതിരിക്കണം എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വരുന്നതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളോട് ഉത്ബോധിപ്പിച്ച കാര്യമാണ് ഇന്നും എന്തായിരിക്കുന്നത്, നിത്യപ്രസക്തങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു പ്രയോഗം എന്താണെന്ന് വിചാരിച്ചാൽ, ഈ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ എന്നാണ്. ഭൂമിയെ നന്നാക്കി തീർത്തതിന് ശേഷം നിങ്ങളതിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ്. ഇതിന് പണ്ഡിതന്മാർ കൊടുത്ത വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ പറ്റും, എന്താണ് ഭൂമിയിൽ നല്ലൊരവസ്ഥ ഉണ്ടായതിനു ശേഷം നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇന്ന തർക്കൽ മആസി ഇംതിസാലൻ ലി അംറില്ല വ തഖർറുബൻ ഇലൈഹി ഖൈറുൻ വ അൻഫഉ ലിൽ അബ്ദ് മിൻ ഇർതികാബിഹ അൽ മൂജബ് ലിസുഖ്തിൽ ജബ്ബാർ വ അദാബിൻ നാർ. 2 നിലക്കാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ഒന്നെന്താന്ന് വിചാരിച്ചാൽ, മനുഷ്യൻ നമ്മൾ എന്ത് തെറ്റ് പ്രവർത്തിച്ചാലും ആ തെറ്റിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അപരന് വരുന്ന, വേറൊരാൾക്ക് വരും. ഒരാൾ മദ്യപിച്ചാൽ എന്താ, അയാൾ മദ്യപിച്ചാൽ നമ്മുടെ നാടിനും അതേപോലെ തന്നെ ചുറ്റുപാടുകൾക്കും
ഒക്കെ പ്രശ്നങ്ങൾ വരുന്നതാണ്. എന്തായാലും അത് ഈ ഒരു കുടുംബത്തെയോ ഒരാളുടെ മാനസിക ആരോഗ്യത്തെയോ ജീവിതത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ സാമ്പത്തിക സുസ്ഥിതിയെയോ എന്തിനെങ്കിലും ബാധിക്കാതിരിക്കില്ല. അപ്പോൾ ഈ തെറ്റുകൾ ഇങ്ങനെ എന്താ പറയുക, എല്ലാവരും തെറ്റിൻ്റെ ഭാഗമായി വരുമ്പോൾ പ്രശ്നമായിരിക്കും. ഇതിൽ തന്നെ അമാനുമാര് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ സാധാരണ ഇപ്പോൾ ഇത്രയൊക്കെ വ്യക്തമായിട്ട് ഖുർആൻ ഈ അളത്തത്തിലും തൂക്കത്തിലൊന്നും കൃത്രിമം കാണിക്കരുത് എന്ന് പറയുമ്പോൾ ശരിക്കും എന്ത് ചെയ്യണം? മുസ്ലിങ്ങൾ നിന്ന് വിട്ടു നിൽക്കണ്ടേ? കാരണം അത് ഖുർആനല്ലേ ഈ പറയണത്. പക്ഷേ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ മറ്റുള്ള ആളുകൾ ഏതു പ്രകാരം ഈ തിന്മയിലൊക്കെ ഭാഗവാക്കാണോ അതിനേക്കാൾ ഉഷാറായിട്ട് എന്തുണ്ട് ഈ ഖുർആൻ വായിക്കും പഠിക്കും ചെയ്യുന്ന ആളുകളിൽ എന്തുണ്ട്, ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിൻ്റെയൊക്കെ ഭാഗമാണെന്ന് പറഞ്ഞത്. പൈസ ഉണ്ടായാൽ മതി എന്നുള്ളൂ, ഒറ്റ പ്രശ്നമില്ല. അവനവൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അവനവൻ്റെ നഷ്ടലാഭങ്ങളിലേക്ക് ബിസിനസ്സിലേക്ക് എത്തുമ്പോൾ തൽക്കാലം മറക്കും. വേറുള്ളവരെ പറയുമ്പോൾ എല്ലാവരും സദാചാരവും ധാർമ്മികതയൊക്കെ പറയും. അവനവൻ്റെ പ്രയോഗതലത്തിൽ വരുമ്പോൾ എന്തില്ല, പിന്നെ ആ ധാർമ്മികതയും നന്മയും ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ഇതൊക്കെ അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളാവുന്നത് കൊണ്ട് ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നതാണ്. ഈ തെറ്റ് ചെയ്യുന്ന ആളുകൾ ഈ ഭൂമിയിൽ മുഴുവനും ഫസാദ് ഉണ്ടാക്കുകയാണ്, ഈ ലോകം മുഴുവൻ കുഴപ്പത്തിലാക്കുകയാണ് ഇവരൊക്കെ ചെയ്യണത് എന്നാണ് ഇതിലെന്ത് ചെയ്യണത് പറയുന്നതും വ്യാഖ്യാനിക്കുന്നതും. പിന്നെ നോക്ക് നിങ്ങൾ, ഇവർ ഈ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയണത്. ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ അയച്ചത് ഇവർക്ക് മദിയനിലേക്കാണ്. ഒരു ചരിത്രം പറയുന്നുണ്ട്. അതായത് ഈ മദിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, നമ്മളെ മൂസാ നബി അലൈഹി സ്വലാം എന്താണ് പോയത് മദിയനിലേക്കാണല്ലോ. മൂസാ നബി അലൈഹി സ്വലാം പോയത് മദിയനിലേക്കാണ്, ഈജിപ്തിൽ നിന്ന് പോയത് മദിയനിലേക്കാണ്. ഈ മദിയനിൽ ചെന്നിട്ട് അവിടെ മൂസാ നബി അലൈഹി സ്വലാം വിവാഹം കഴിക്കുന്നത് ഷുഐബ് നബി അലൈഹി സ്വലാമിൻ്റെ മകളെയാണെന്ന് പറയുന്നുണ്ട്. ചരിത്രപരമായി അത്ര സ്ഥാപിക്കപ്പെട്ടതല്ലെങ്കിലും ആ അഭിപ്രായം ധാരാളം ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ മദിയൻ എന്ന് പറയുന്ന പേര് തന്നെ ചരിത്രത്തിൽ പറയുന്ന വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഖത്തൂറത്ത് എന്ന് പറയുന്നു. അവർക്ക് ജനിച്ചിട്ടുള്ളൊരു മകനാണ് എന്തിന് മിദ്യാൻ. അതാണ് പിന്നെ മദിയനായി വന്നതെന്നും അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെട്ടതും എന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും അവരുടെ ഗോത്രപിതാവാണ് അത് എന്ന് പറയപ്പെടുന്നു. പിന്നെ മനുമൗലി പൊതുവെ എന്താ വെച്ചാൽ ഇതൊക്കെ പറയുമ്പോൾ അതിൻ്റെ ചരിത്രപരമായ മാപ്പും കാര്യങ്ങളും കൊടുക്കും. പിന്നെ ഇതിന് സമാനമായി ബൈബിളിൽ എവിടെയെങ്കിലും ഈ സംഭവങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ കഥയെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യും, സമർപ്പണം. ഇതെന്ത് ചെയ്യും, പിന്നെ അദ്ദേഹം വിശദീകരിക്കാറുമുണ്ട്. ആ നിലക്ക് പറയുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പിന്നെ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചല്ല മൂസാ നബി അലൈഹി ഇസ്ലാം ചെന്നുപെട്ട് വിവാഹം കഴിച്ച ആ പിതാവിനെ പറ്റി പറയുന്നത് ബൈബിളിലൊന്നും ഷുഐബ് നബി അലൈഹി ഇസ്ലാം അല്ല. പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പരാമർശിച്ച് വരുന്നുണ്ട്, തഫ്സീറുകളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ മദീനിലേക്കാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് എന്തായത് നിയോഗിക്കപ്പെടുന്നത്. ഈ ആൾക്കാർ ചെയ്തിരുന്ന പരിപാടി എന്താ നിങ്ങൾ, ഈ ആൾക്കാർ ചെയ്ത പരിപാടി പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നറിയോ, യാത്രാ സംഘങ്ങളും കച്ചവട സംഘങ്ങളും പോകുന്ന വഴിയിൽ പോയിട്ട് ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവരെ കൊള്ളയടിക്കും. അവരെ കയ്യിലുള്ള സാധനങ്ങൾ അതേപോലെ തന്നെ പണം എല്ലാം എന്ത് ചെയ്യും, പിടിച്ചു പറിക്കും. അതോടൊപ്പം തന്നെ അവർ ചെയ്തിരുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ ഈ പോണ ആൾക്കാരെ ബുദ്ധിമുട്ടുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വിശ്വാസികളായ ആളുകൾ അവർ കടന്നു വരുമ്പോൾ അവരെ പരിഹസിക്കുക. എന്നിട്ട് അവരെ എന്ത് ചെയ്യുക, എപ്പോഴും ഇങ്ങനെ പരിഹസിച്ച് പോണുണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ നോക്കിയിരുന്ന് കളിയാക്കുക. ഇതായിരുന്നു ഇവർ ചെയ്തിരുന്ന ഏറ്റവും വലിയ ആക്രമണം. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെയ്തിരുന്ന ആളുകളോട് എന്താണ്, നിങ്ങളിങ്ങനെ ചെയ്യരുതേ എന്ന് ഉപദേശിക്കുകയാണ്. ഉപദേശിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താ അറിയും, ഞങ്ങളിപ്പോൾ എന്നെ ഇവിടുന്ന് പുറത്താക്കാഞ്ഞിട്ടേ കയറില്ലെന്ന് പറഞ്ഞു. ഈ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങളിത് പുറത്താക്കും. രണ്ടിലൊരു ചോയ്സേ ഉള്ളൂ, ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഷുഐബേ, നിൻ്റെ പുതിയതായി നീ ഉണ്ടാക്കിയ മതം ഒഴിവാക്കിയിട്ട് ഞങ്ങളെ വാപ്പകാരന്മാരെ മതത്തേക്ക് വരിക, അല്ല ഞാൻ മതത്തിൽ തന്നെ പോയാലേ പറ്റുള്ളൂ എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ നാട്ടിൽ നിന്ന് എൻ്റെ മതവും എൻ്റെ ആൾക്കാരെയും കൂട്ടി പോവുക. ഈ രണ്ടല്ലാത്തൊരു പരിഹാരം മുന്നിലില്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതുണ്ടല്ലോ, അതായത് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക. നമ്മളിവിടുന്ന് പുറത്താക്കാനുള്ള പരിപാടിയെ ആലോചിക്കണം. അപ്പം എന്ത് ചെയ്യും, ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളത് എന്താണ്, അതിന് ഷുഐബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമ്മളിവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി ഉണ്ട്. പോക്കും വരവിൻ്റെയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, പടച്ചോൻ തീരുമാനിക്കും ആരാ ഇവിടുന്ന് പോകേണ്ടത് പോകാത്തതെന്നുള്ളത്. ഇങ്ങനെ ഈ സത്യത്തിലേക്ക് വരണം എന്നാണ് അവർ പറഞ്ഞത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മതത്തിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരിക, പുതിയ മതം ഉണ്ടാക്കിയെന്ന് വിട്ടു പോരുക, അല്ലെങ്കിൽ എന്താ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകുക എന്നുള്ളതാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്.
ഇതിൻ്റെ അവസാനത്തിലായിട്ട് നോക്കി നമ്മളിങ്ങനെ വായിച്ചു നോക്കുക. 85-ാമത്തെ ആയത്ത് വൈലാ മദിയന അഹാഹും ഷുഐബ, മദിയനിലേക്ക് അവരുടെ സഹോദരൻ ഷുഐബിനെയും നാം അയച്ചു എന്നാണ്. മദിയൻകാരുടെ സഹോദരൻ എന്നാണ് ഷുഐബ് നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചു എന്നുള്ളതാണ്. കാലയാ കൗമി അബ്ദുല്ലാഹ മാലക്കും പിന്നെ ഇലാഹിന കയറും. ഒരാൾക്കും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റാത്ത പോലത്തിലാണ് ഈ മുഴുവൻ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും പറയണത്. അദ്ദേഹവും ജനങ്ങളോട് പറഞ്ഞത് എന്ത് തന്നെയായിരുന്നു? മാലക്കും അബ്ദുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ആരാധിക്കണം, മാലക്കും മിൻ ഇലാഹിന കയറും, നിങ്ങൾക്ക് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്നുള്ളതാണ്. എന്താ പറയുക, പൊതുവേ ആളുകൾ ഈ തൗഹീദ് എന്നുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു അസ്ലാണ്, ഒരു അടിത്തറയാണ്. ഒരു വ്യക്തി പൂർണ്ണമായും ശരിക്കും മാറി എന്ന് നമുക്ക് പറയാൻ പറ്റുക ആ തൗഹീദ് ഉൾക്കൊള്ളും. അപ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യണത്, അയാൾക്കൊരു ദീനിയായിട്ടുള്ള ഒരു ബേസ്, ഒരു അടിത്തറ ഉണ്ടാവുന്നത് ആ തൗഹീദ് കിട്ടുമ്പോൾ മാത്രം. തൗഹീദിൽ ഊന്നിയിട്ടില്ലാത്ത സംസ്കരണങ്ങൾ എന്താ അറിയോ, പൊതുവെ ജാടകൾ മാത്രമായിരിക്കും. ആ സംസ്കരണങ്ങളെ എന്ത് ചെയ്യാൻ പറ്റൂല, അത് ഒരു സ്ഥിരമായി നിലനിർത്താൻ ആളുകൾക്ക് എന്ത് ചെയ്യൂല, പറ്റൂല. ഞാനിവിടെ അടുത്തൊരു കോളേജിൽ ഒരു ക്ലാസ്സിന് വേണ്ടി പോയപ്പോൾ അവിടെ ഹോസ്റ്റലിൽ പഠിക്കുന്നൊരു കുട്ടി, ഒരു പെൺകുട്ടിയും അവളുടെ കുറച്ച് പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ, അതായത് വീടും കുടുംബവും നോക്കാതെ ദീന് എന്ന് പറഞ്ഞ് ദിവസങ്ങളോളം വീടും വിട്ടിറങ്ങിപ്പോയിരുന്ന ആളാണ് വാപ്പ. അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ വാപ്പ പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിന് മെല്ലെ അങ്ങോട്ട് വിട്ടു പോകുന്നതിന് ശേഷം ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ വീട്ടിൻ്റെ എല്ലാ അധാർമിക പ്രവർത്തനങ്ങളും വാപ്പയുടെ നേതൃത്വത്തിലാണ് നടക്കണത് എന്നുള്ളതാണ്. അപ്പം അന്ന് വാപ്പ നല്ല റൂട്ടിലാവുന്ന സമയത്ത് കിട്ടിയ ഹിദായത്താണ് ഈ കുട്ടിനെ എന്ത് ചെയ്യണത് അറബിക് കോളേജിലും ദീനി സ്ഥാപനങ്ങളിലേക്ക് എത്തിച്ചത്. ഇന്നിപ്പോൾ ആ കുട്ടി അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം വാപ്പ ഒരു നേരാൻ വഴിക്ക് വരുന്നില്ല എന്നുള്ളതാണ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ദീനും ചിട്ടയും പാലിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ കുറച്ചൊരു പ്രായമൊക്കെ ആയപ്പോൾ ഇത് മാറാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ ടി വി ഇങ്ങനെ കണ്ടിരിക്കുക, ഇത് സീരിയൽ കണ്ടിരിക്കുക, സമയത്ത് നിസ്കരിച്ചില്ല, പള്ളിക്ക് പോകില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് എങ്ങനെ മാറി എന്നുള്ളതാണ്. അത് കേട്ടപ്പോഴാണ് സത്യത്തിൽ എന്തറിയോ, ശരിക്കും എന്താണെന്ന് വിചാരിച്ചാൽ തൗഹീദിൽ ഊന്നിയിട്ടുള്ള ഒരു സംസ്കരണത്തിനല്ലാതെ നിലനിൽപ്പില്ല. അപ്പോൾ നമ്മൾ വലിയ സുന്നത്തും പരിപാടിയൊക്കെ കാണുന്നെന്ന് വിചാരിക്കുന്ന ആളുകളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എന്താണ്, അവർ പ്രാഥമികമായ ഇസ്ലാമിൻ്റെ ഹലാലുകളും ഹറാമുകളും പോലും പാലിക്കുന്നില്ല എന്ന് കണ്ടെത്തുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ തൗഹീദിലൂടെയുള്ള മാറ്റമില്ലാത്തതുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ആളത്തത്തിലും തൂത്തിലും കൃത്രിമം കാണിക്കുന്ന സ്വവർഗരതിക്ക് അടിമപ്പെട്ട എല്ലാ ജനങ്ങളോടും പ്രവാചകന്മാർ പ്രഥമവും പ്രധാനവുമായും ആദ്യം പറഞ്ഞ കാര്യം എന്ത് തന്നെയാണ്? കാലയാ കൗമി അബ്ദുല്ലാഹ മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. അത് ബോധ്യപ്പെടാത്ത ഒരുത്തനിൽ ദീനിൻ്റെ ഒരു ലക്ഷണങ്ങളും ആത്മാർത്ഥമായി പ്രകടമാവുക സാധ്യമല്ല. കാരണം ഒരു വീടിൻ്റെ തറ എത്ര ശക്തമാണോ അതനുസരിച്ച് അതിൻ്റെ മുകളിലേക്ക് നിർമ്മിച്ചിട്ട് കാര്യമുള്ളൂ. അതിൻ്റെ ബേസാണ്. അതുകൊണ്ട് 13 കൊല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചത് തൗഹീദിൻ്റെ അടിത്തറ ഉണ്ടാക്കാനാണ്. പിന്നെ ബാക്കി പറഞ്ഞു കൊടുത്തുള്ളൂ. പിന്നെ ബാക്കി പറയല്ല, അതിൻ്റെ സ്ട്രക്ചറും പില്ലറും തറയായി കഴിഞ്ഞാൽ പിന്നെ പൊയ്ക്കോളും. മനസ്സിലായി? അത് കുറച്ച് സാവകാശത്തിലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. അത് ഒരു ദിവസം കൊണ്ട് പണിയെടുത്താൽ ചിലപ്പോൾ എന്താവും, മേലെ പണി ചെയ്യുമ്പോൾ താഴത്ത് എന്തെങ്കിലും പൊളിഞ്ഞോളും. അതിൽ കുറച്ച് സാവകാശമൊക്കെ വേണം, ഒന്ന് സെറ്റാവാനുള്ള സമയമൊക്കെ വേണം. മേലുള്ളത് ഇപ്പോൾ എങ്ങനെ പോയാലും എന്തില്ല, കുഴപ്പമില്ല എന്നുള്ളതാണ്. അതിന് കുറച്ച് സമയം വേണം അത് ഉൾക്കൊള്ളാൻ. കഥ ജാഅത്തുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും ആണോ, കഥ എല്ലാവർക്കും ഉണ്ട്. എല്ലാ പ്രവാചകന്മാർക്കും ഓരോ ദൃഷ്ടാന്തങ്ങൾ കൊടുത്തിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം അനുയായികൾ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം അനുയായികൾ ഉണ്ടാവാനുള്ള കാരണം ഒന്ന്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത് നബിയുടെ വഫാത്തോടുകൂടെ എന്തായില്ല, അവസാനിച്ചില്ല എന്നുള്ളതാണ്. എന്താ നബിൻ്റെ മുഅ്ജിസത്ത് എന്താണ്? അമാനുഷിക ദൃഷ്ടാന്തം ഖുർആനാണ്. ഇത് ലോകാവസാനം വരെ ഉണ്ടാവും. അതുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അധികം അനുയായികൾ ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്ത ദൃഷ്ടാന്തം എന്താണെന്ന് നമുക്ക് അത്ര വ്യക്തതയോടെ മനസ്സിലാവുന്നില്ല. സൂറത്ത് ഹൂദിലാണ് ഷുഐബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയണത്. ഏതായാലും ഇവിടുത്തെ പറയുന്നുണ്ട്, കഥ ജാഅത്തുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നും വ്യക്തമായ തെളിവ് വന്നു കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തമായ തെളിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു നൽകിയിട്ടുള്ള അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അള്ളാഹു ഉണ്ട്, പരലോകമുണ്ട്, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഞാൻ എന്നൊക്കെ ബോധ്യപ്പെട്ട സ്ഥിതിക്ക്
വ്യക്തമായ തെളിവുകൾ കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഫഔഫുൽ കൈല വൽ മീസാൻ. അതിനാൽ നിങ്ങൾ അളത്തവും തൂക്കവും എന്താണ്? ഔഫു, ജനങ്ങൾക്ക് പൂർത്തിയാക്കി കൊടുക്കുക. എത്രയാണോ തൂക്കുന്നത് അത്ര ഉണ്ടാവണം. എത്രയാണോ തൂക്കുന്നത് അത്ര എന്ത് ചെയ്യണം? ഉണ്ടാവണം. ഫഔഫുൽ കൈല വൽ മീസാൻ. എന്ത് കാര്യമാണെങ്കിൽ മനസ്സിലായി? വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും. ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്? സാധനങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതായത് നമ്മൾ വാങ്ങുന്ന കാശിനനുസരിച്ചു കൊണ്ടുള്ള സാധനം അയാൾക്ക് കിട്ടിയിരിക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അത് മോഷണമാണ്. അയാളുടെ പണം വാങ്ങി അയാൾ അറിയാതെ അയാൾ എന്തിനാ പറ്റിക്കാൻ. ഈ ചില അളവുകളും കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. മനസ്സിലായി? നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റ് തന്നെ ചെല്ലുമ്പോൾ നമ്മൾ കണക്കാക്കുന്ന സ്ക്വയർ ഫീറ്റും മറ്റാൾക്കാർ പറഞ്ഞ സ്ക്വയർ ഫീറ്റും എന്താവില്ല, ഒരേ അളവാകും. എല്ലാവരുടെ മനസ്സിൽ ഒരേ അളവല്ലെങ്കിൽ എങ്ങനെ അങ്ങോട്ടും കൊടുക്കലും വാങ്ങലും നടക്കുക? എല്ലാം അതിൻ്റെ കണക്കും അതിനെ കൃത്യം പറയാം. എന്താ പറയുക? അപ്പോൾ നമ്മൾ ആളുകൾ പറയണത് വെച്ചാൽ ഇങ്ങനെ ഇനിയിപ്പോൾ എല്ലാവരും ചെയ്യണത്, ഇങ്ങനെയൊന്നും എല്ലാം നടക്കൂല. ഈ ഒരു തത്വം എല്ലാം ഹലാലാക്കാനുള്ള തത്വമാണെങ്കിൽ നമുക്ക് ഖുർആനൊക്കെ പൂട്ടിച്ച് പോയാൽ പോരെ? ഇവിടെ ഇപ്പം എന്താ നടക്കുക? ഈ നാട്ടിൽ എന്തിൽ നടക്കും? ഒന്നും നടക്കൂല. അപ്പോൾ അതാണ്. അപ്പം അതുകൊണ്ട് പ്രായോഗികമല്ലാത്ത ഒന്നും ഇസ്ലാമിലില്ല. അത് പ്രയോഗവൽക്കരിക്കാൻ കുറച്ച് വേദന ഉണ്ടാവും. അങ്ങനെ പ്രയോഗത്തിൽ വന്നാലേ ഈ നാട് രക്ഷപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ ആർക്കും പറ്റൂല. വലാ തബ്ഖസുൻ നാസ അഷ്യാഅഹും വലാ തുഫ്സിദു ഫിൽ അർളി വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹ. എത്ര കണക്ട് ചെയ്തിട്ടാ പറയണത്? നിങ്ങൾ അളത്തത്തിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക എന്ന തെറ്റ് നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭൂമി നന്നാക്കി തീർത്തതിന് ശേഷം നിങ്ങളതിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ്. അപ്പോൾ ഭൂമി നന്നാക്കി തീർത്തതിന് ശേഷം കുഴപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം വിരോധിച്ച ഏതൊരു തെറ്റും ഇവിടെ ആളുകൾ കൊണ്ടുവന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഈ സമൂഹം, ഈ ഭൂമി, ഈ ചുറ്റുപാടുകൾ, ഇവിടെ അനുഭവിക്കുന്ന എല്ലാ ആളുകളും അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. ദാലിക്കും ഖൈറുല്ലക്കും ഇൻ കുന്തും മുഅ്മിനീൻ. അതാണ്, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഖൈർ അതാണെന്നാണ്. എന്താ പറയാൻ കാരണം? ഖൈർ എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാതെക്കാളുള്ള ന്യായം എന്താണ്? ഇങ്ങനെയൊന്നും ചെയ്താൽ ഇവിടെ ഖൈർ ഉണ്ടാവില്ല എന്നാണ്. അള്ളാഹ് വേണം എന്താണ്? നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾക്ക് ഖൈർ ഏതാണ്? ഈ നിയമമൊക്കെ പാലിച്ച് മുന്നോട്ട് പോകലാണ്. വിശ്വാസികൾ അല്ലെങ്കിൽ എന്താണ്? ഭൗതികമായ ലാഭനഷ്ടങ്ങളെ മാത്രം ചിന്തിക്കുന്നവർക്ക് ഒരു പക്ഷേ ചില മെച്ചങ്ങൾ ഉണ്ടായേക്കാം. പരലോകത്തെ നോക്കിയിട്ടാണെങ്കിൽ ഇവിടെയുള്ള ചെറിയ സൗകര്യങ്ങളിലേറെ വലിയ നഷ്ടമാണ് പരലോകത്ത് സംഭവിക്കാൻ അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വാങ്ങുന്ന പണം പൂർണ്ണമായും എന്താണ്? കൃത്യമായും നമുക്ക് അവകാശപ്പെട്ടതാണോ എന്ന് തീർച്ചപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അധികം കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകൾ അത് വളരെ കൃത്യമായി സൂക്ഷിക്കണം. കാരണം ഒരു പ്രവാചകനിലൂടെ ഇത്രയും ശക്തമായി ഇത് ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ കുറക്കണ സാധനമൊക്കെ പാടെ നമ്മളെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് പരലോകത്തേക്ക് ചെന്നാൽ എന്തേ? കാരണം കച്ചവടം ചെയ്ത് ലാഭം കിട്ടി മെച്ചം കിട്ടിയതിൻ്റെയൊക്കെ എത്രയോ വലിയ ദുരന്തമാണ് നാളെ പരലോകത്ത് വരിക എന്നുള്ളതാണ്. വലാ തഖ്ഉദൂ ബികുല്ലി സിറാത്തിൻ. ഇവരെ താറാറ് പറയാണ്. എന്താ ഷുഐബ് നബിൻ്റെ സമുദായത്തിലെ താറാറ്? വലാ തഖ്ഉദൂ ബികുല്ലി സിറാത്തിൻ. എല്ലാ പാതകളിലും നിങ്ങൾ ഇരിക്കരുത്. ഇവിടെ പാതാറിൻ്റെ പൊതുനിരത്തുകളാണ്. ഏറ്റവും അധികം ആളുകൾ കടന്നു പോകുന്ന വഴികളിൽ ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇരിക്കും. ഏറ്റവും അധികം ആളുകൾ കടന്നു പോകുന്ന വഴികളിലൂടെ അവരെന്ത് ചെയ്യും? ഇരിക്കും. തൊറിയക്കും പിന്നെ തുർക്കില്ലതി യക്സുർ സുലൂക്കുക. ധാരാളം ആൾക്കാർ കടന്നു പോകുന്ന സ്ഥലത്തിലൂടെ. എന്തായാലും പരിപാടി അറിയോ? തൂഇദൂന, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എന്നാണ്. പോണോലെ വരെന്ത് ചെയ്യും? ഞെട്ടിക്കും. ഓരോ കയ്യിലുള്ളത് പിടിച്ചു വാങ്ങും. ആലോചിക്കണം, നിങ്ങൾ ആർക്കെങ്കിലും ഇല്ലെങ്കിലും സഞ്ചരിക്കാനുള്ള ഒരു നിർഭയത്തുണ്ടാവുമോ? ഇപ്പം ചില ഗൾഫ് നാടുകളിലൊക്കെ ചില ഗല്ലികളുണ്ട്. അവിടെ ഒരുത്തും കടന്നു പോയ പോലെ പോകലിലെ മൊബൈലും പേഴ്സൊക്കെ പോകുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ ആ സ്ഥലത്തൂടെ നടന്നു പോകുന്ന ഒരുത്തൻ്റെ മാനസികാവസ്ഥ അരച്ചു നോക്കി നിങ്ങൾ. നാട് മുഴുവൻ എങ്ങനെയാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? വലാ തഖ്ഉദൂ ബികുല്ലി സിറാത്തിൻ തുഅദൂന വതസുദ്ദൂന അൻ സബീലില്ല. രണ്ടാമത് അവർ ചെയ്യുന്ന കാര്യം എന്താണ്? വതസുദ്ദൂന അൻ സബീലില്ല. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് അവനിൽ വിശ്വസിച്ചവരെ എന്താണ്? തിരിച്ചു വിട്ടുകൊണ്ടും വതസുദ്ദൂന, അവർ തടഞ്ഞുകൊണ്ട്, അൻ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്നും, മൻ ആമന ബിഹി, അവനിൽ വിശ്വസിച്ചവരെ, വതബഗൂനഹ ഇവജ, അവരെന്താണ്? വക്രത ആഗ്രഹിച്ചുകൊണ്ടും.
അപ്പം എന്താണ്, പിന്നെ വക്രത ആഗ്രഹിച്ചുകൊണ്ട് എന്താണ് സത്യവിശ്വാസികളായ ആളുകളെ ആ ശരിയായ മാർഗത്തിന് തടയുക. അതേപോലെ തന്നെ വഴിയിലൂടെ നടന്നു പോകുന്ന ആൾക്കാരെന്ത് ചെയ്യുക, ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക. വഴിയിലിരിക്കാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ച കാര്യം. വഴിയിലിരിക്കാൻ പാടില്ല. വഴിയിലിരിക്കൽ നിർബന്ധമാണെങ്കിൽ, വേറെ എവിടെ ഇരിക്കാൻ സ്ഥലമല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ ഇരിക്കുകയാണെങ്കിൽ ആ വഴിക്കാരൻ്റെ ഹക്കുകൾ കൊടുക്കണം. ഒന്നെന്താ, സലാം പറഞ്ഞാൽ മടക്കുക, കണ്ണുകളെ താഴ്ത്തുക. കാരണം അതായത് നമ്മൾ ഒരാളിങ്ങനെ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിലൊക്കെ ആൾക്കാർ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആരെങ്കിലും ഒന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും പാടെ അയാളെ നോക്കും, ആണോ പെണ്ണായാലും വേണ്ട. അപ്പം തന്നെ അവരെ മനസ്സ് ശപിക്കൂലേ, എന്താണ് എല്ലാവരും പാടെ അങ്ങനെ നോക്കുമ്പോൾ എന്താ പേച്ചങ്ങന്മാർ ഇവിടെ നിന്നുള്ളൊരു മനസ്സെന്ത് ചെയ്യും, എന്തായിരുന്നാലും അവരുടെ ഉള്ളിൽ എന്ത് ചെയ്യും, ഉണ്ടാകും. പാടില്ലാത്തൊരു കാര്യമാണ്, ഇസ്ലാം വിരോധിച്ച കാര്യമാണത്. ഇത് ഇവരെ സംബന്ധിച്ചത് ഇരിക്കുന്നത് ഇത് മാത്രമല്ല, ജനങ്ങളെ കൊള്ളയടിക്കാനും അതേപോലെ തന്നെ എന്താണ് സത്യം സ്വീകരിച്ച ആൾക്കാരെ അവിടെ നിന്നല്ലേ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, വിഷമിപ്പിക്കുക, എന്നവരെ കെട്ടെറിഞ്ഞ് പോയിക്കോളുമല്ലോ. അതിനെന്ത് ചെയ്യുക വെച്ചാൽ അവരെന്ത് ചെയ്യുക, മാനസികമായി വിഷമിപ്പിക്കാനും പീഡിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അവരങ്ങനെ. സുദ്ദൂനാൻ സബീലില്ലാഹി മൻ ആമന ബിഹി വതബൂനഹ ഇവജൻ, വക്രതയെ ആഗ്രഹിച്ചുകൊണ്ട് കേട്ടോ. അതോ എന്ത് നമുക്ക് നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾക്ക് മാറ്റമുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ആളുകൾ നമ്മളോട് പറയുന്നു, അവരുടെ ചരിത്രങ്ങൾ പറയും, വീട്ടിലത്തെ പ്രശ്നങ്ങൾ പറയും. ഇപ്പോൾ ഇന്നലെ 3 ആളുകൾ നമ്മളെ കൂടെ യാത്ര ചെയ്ത 3 ആളുകൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഒന്നൊരാൾ അയാളുടെ ഭാര്യനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ മക്കളെയും കുട്ടികളെയൊക്കെ അയാൾ നോക്കണം. അയാളുടെ ഭാര്യയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു നിലക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. വസ്വാസാണ്, ഭയങ്കരമായ വസ്വാസ്. മനസ്സിലായി? ആ വസ്വാസ് പറഞ്ഞാൽ എന്താ, ആ വസ്വാസിൻ്റെ കാഠിന്യം കേട്ടാൽ നമ്മൾ തന്നെ ആകെ ബേജാറായി പോകും. അപ്പം എന്ന് വെച്ചാൽ ഒരു ഭാര്യയെ കൊണ്ട് കിട്ടാവുന്ന ഒരു ഉപകാരവും കിട്ടുന്നില്ല. പക്ഷെ അയാളെന്താണ് എല്ലാ കുട്ടികളെയും നോക്കി വീടൊക്കെ ശരിയാക്കി അയാളങ്ങനെ ജീവിച്ച് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ എന്താ വെച്ചാൽ ഒരാൾ അയാളുടെ പിന്നെ കുട്ടിൻ്റെ അസുഖങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോരുത്തരും ഒന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു ബോധവൽക്കരണം ഉണ്ട്. എന്താ, പടച്ചോനെ അൽഹംദുലില്ലാ ഞാൻ എത്ര ഭാഗ്യമാണ് എന്ന് നമ്മൾ ബോധവൽക്കരിക്കപ്പെടുന്നുണ്ട്. നമുക്കൊരു പ്രസംഗം കേൾക്കുന്നതിനേക്കാളും എന്തുണ്ടാവും, പടച്ചോനെ നന്ദില്ലാത്തവനെ ഞാൻ. ഈ ചങ്ങായിമാരൊക്കെ എത്ര കഷ്ടപ്പെടുന്നത്. ആ സമയത്ത് അതൊന്നുമില്ലാതെ ഈ സൗകര്യമൊക്കെ ചെയ്ത് തന്നിട്ട് ഞാൻ എൻ്റെ കഥ എന്താ എന്ന് നമ്മൾ അപ്പം ചിന്തിക്കും. ചുരുങ്ങിയത് അന്നത്തെ രാത്രിയെങ്കിലും നമ്മൾ ഈ സംസ്കാരത്തിന് എന്തുണ്ടാവും, ഒരു തക്കുവ ഉണ്ടാവും. അതാണ്. അപ്പോൾ നോക്ക്, നിങ്ങൾ ഇവിടെ ഈ ജനങ്ങൾ ഇത്രയും വലിയ അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പറയുന്ന പോയിന്റ് കേൾക്കുക. വദ്കുറു ഇത് കുന്തും കലീലൻ ഫകസറക്കും. വദ്കുറു നിങ്ങൾ ഓർക്കണം, ഇത് കുന്തും കല്യൻ നിങ്ങൾ കുറച്ചാളുകളായിരുന്നു, അപ്പോൾ ഫകസറക്കും അവൻ നിങ്ങളെ എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ച് തന്നു എന്നാണ്. നിങ്ങൾ ന്യൂനപക്ഷമായ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്തു, നല്ലോം ആളുകളൊക്കെ. നമ്മാക്കും ബിമാ അൻഅമ അലൈക്കും മിന സൗജാത്ത് വന്നസ്ൽ വസ്സിഹ. എന്താണ്, നശിപ്പിക്കപ്പെട്ട സമുദായങ്ങൾക്ക് ശേഷം പിന്നെ നാട്ടിലെ ആൾക്കാരുണ്ടായി വരണ്ടേ. ഓരോ പ്രവാചകന്മാരുടെയും സമാപനം എങ്ങനെയാണ്, മൊത്തം ആൾക്കാർ നശിച്ചു പോകും. പിന്നെ മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായി വരണ്ടേ. അതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തു, നിങ്ങളുടെ ഇതിനെന്ത് ചെയ്തു, വർദ്ധിപ്പിച്ച് തന്നു. വന്ദുറു കൈഫക്കാന ആക്കിബത്തുൽ മുഫ്സിദീൻ. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ എന്താണ് കുഴപ്പമുണ്ടാക്കിയ ആൾക്കാരാണ് മുഫ്സിദീൻ. ഭൂമിയിലെ മുഴുവൻ നന്മകളെയും നശിപ്പിച്ച് തെറ്റുകൾ ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ആളുകൾ, അവിടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ നോക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ മുമ്പുള്ള സമുദായങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് അതുതന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തീരാനാണ്. നിങ്ങൾക്ക് നല്ല ആരോഗ്യം തന്നു. മുമ്പുള്ള ആളുകൾക്കൊക്കെ വലിയ വബാകൾ, വലിയ മാറാവ്യാധികൾ കൊടുത്ത് പരീക്ഷിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. നമുക്കിതൊന്നും ചിന്തിക്കേണ്ട. ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥകൾ ചിന്തിച്ചാൽ മതി. കടന്നുറങ്ങാൻ പറ്റൂല കേട്ടോ. യുദ്ധത്തിൻ്റെ വാഹനങ്ങളും യുദ്ധക്കോപ്പുകൾക്കും ഇടയിലാണ് കടന്നുറങ്ങുന്നത്. എപ്പോഴാണ് മരിക്കാനറിയില്ല. അത്ര വലിയ പ്രതിസന്ധിയിലാണ് ലോകത്ത് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അൽഹംദുലില്ലാ. അപ്പം അതിനൊക്കെയുള്ളൊരു നന്ദി എന്ത് ചെയ്യണം, ജീവിതത്തിൽ എന്ത് വേണമെന്നാണ് പറയുന്നത്. وَإِنْ كَانَ طَائِفَةٌ مِّنْكُمْ آمَنُوا بِالَّذِي أُرْسِلْتُ بِهِ
വത്വാഇഫത്തും ലം യുഅ്മിനൂ ഫസ്ബിറൂ ഹത്താ യഹ്കുമല്ലാഹു ബൈനനാ വഹുവ ഖൈറുൽ ഹക്കീമീൻ വഇൻ കാനത് ത്വാഇഫത്തും മിൻകും ആമനൂ ബില്ലദി ഉർസിൽതു ബിഹി. ഞാൻ ഏതൊന്നുമായിട്ടാണോ അയക്കപ്പെട്ടിരിക്കുന്നത് അതിൽ നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. എന്നാൽ വത്വാഇഫത്തുൻ ല യുഅ്മിനൂ, ഒരു വിഭാഗം എന്ത് ചെയ്യുന്നില്ല, വിശ്വസിച്ചിട്ടില്ലാതിരിക്കുകയുമാണെങ്കിൽ, ഇപ്പോൾ കുറച്ച് ആൾക്കാർ വിശ്വസിക്കുന്നു, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? ഇതിലേതാണ് ശരി ഏതാണ് സത്യം എന്ന കാര്യത്തിൽ അള്ളാഹു ഒരു തീരുമാനമുണ്ടാക്കുന്നത് വരെ ക്ഷമിക്കുകയല്ലാതെ എന്തു ചെയ്യുന്നതാണ്. എപ്പോഴും നമ്മളൊരു ദീനിൻ്റെ ദഅവത്തോ അല്ലെങ്കിൽ നല്ല കാര്യങ്ങളോ അല്ലെങ്കിൽ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ എന്താ അറിയോ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രയാസങ്ങളേക്കാണ്. അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ എന്താ അറിയോ, ഞാനിപ്പോൾ എന്തിനാ വെറുതെ ഇടങ്ങാറാകണു എന്നെന്ത് ചെയ്യേണ്ട, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തായാലും അള്ളാഹു എന്തു ചെയ്യും, സത്യത്തെ പിന്തുണക്കുന്ന ആളുകളെ ആത്യന്തികമായി സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ക്ഷമിച്ച് കുറച്ച് സമയം നിന്നാൽ എന്തു ചെയ്യും, സത്യം എവിടെയാണെന്ന് ബോധ്യപ്പെടുന്നതാണ്. അത് നമ്മളിപ്പോൾ കുടുംബപരമായ ഫൈറ്റ് ആയിക്കോട്ടെ, നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ളതായിക്കോട്ടെ, ഭാര്യയും ഭർത്താവും തമ്മിൽ ഏതായിക്കോട്ടെ, പോരടിക്കാനും അതുപോലെ ചെയ്യാനും ശ്രമിച്ചാൽ എന്താ അറിയും, ഒരു കാലത്തും അതിനൊന്നും രക്ഷപ്പെടൂല. ഒരാൾ അതാ ശരിയല്ല, ഒരാൾ ഇതാ ശരി പറയും. ഏതാ ശരി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യാണ്, ശരി ബോധ്യമുള്ള ആൾക്കാർ ആ ശരിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. കാലം പിന്നിടുമ്പോൾ അസത്യം ഇല്ലാതാവുകയും സത്യം മാത്രമേ എന്തുള്ളൂ, നിലനിൽക്കുള്ളൂ. അസത്യങ്ങളൊന്നും നിലനിൽക്കില്ല. ഇന്നൽ ബാത്തില കാന സഹൂക്ക, അസത്യം പൊളിഞ്ഞു പോകും, സത്യം മാത്രമേ പൊളിയാതെ വെക്കുള്ളൂ. അപ്പോൾ നമുക്ക് ഈ തുടക്കത്തിൽ സത്യം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാത്തുനിന്നാൽ മതി. കാത്തുനിന്നാൽ എന്ത് മനസ്സിലാവും, അസത്യങ്ങളൊക്കെ താൻ ഇല്ലാതെയാവും, സത്യം മാത്രം എന്ത് ചെയ്യും അവശേഷിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. വഇൻ കാന ത്വായിഫത്തും മിൻകും ആമനൂ ബില്ലദി ഉർസിൽതു ബിഹി വത്വായിഫത്തുൻ ലം യുഅ്മിനൂ ഫസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. ഹത്താ യഹ്കുമല്ലാഹു ബൈനനാ, അള്ളാഹു നമുക്കിടയിൽ വിധി കൽപ്പിക്കുന്നവരെ ക്ഷമിക്കുവിൻ. വഹുവ ഖൈറുൽ ഹാക്കിമീൻ, അവൻ വിധികർത്താക്കളിൽ ഏറ്റവും ഉത്തമനായുള്ളവൻ അത്രേ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മൾ പല സ്ഥലത്ത് വായിച്ചതാണെങ്കിൽ പോലും ഓരോ കഥയിലും ഓരോ സംഭവങ്ങളിലും നമ്മളുമായി വ്യക്തിപരമായി തന്നെ ബന്ധപ്പെടുന്ന ധാരാളം വശങ്ങൾ ഈ കാര്യങ്ങളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإلى مدين أخاهم شعيبا قال يا قوم اعبدوا الله ما لكم من إله غيره قد جاءتكم بينة من ربكم فأوفوا الكيل والميزان ولا تبخسوا الناس أشياءهم ولا تفسدوا في الأرض بعد إصلاحها ذلكم خير لكم إن كنتم مؤمنين ولا تقعدوا بكل صراط توعدون وتصدون عن سبيل الله من آمن به وتبغونها عوجا واذكروا إذ كنتم قليلا فكثركم وانظروا كيف كان عاقبة المفسدين
وإن كان طائفة منكم آمنوا بالذي أرسلت به وطائفة لم تؤمنوا وطائفة لم يؤمنوا فاصبروا حتى يحكم الله بيننا وهو خير الحاكمين.